വെൽക്കം ടു മൈ വീഡിയോ. അപ്പൊ ഇത് നമുക്ക് ഇതേപോലെ കോട്ടണിൽ തന്നെ നോർമൽ കോട്ടൺ ആട്ടോ, അത്യാവശ്യം നല്ല സോഫ്റ്റ് കോട്ടൺ ആണെങ്കിലും നല്ല തിക്നെസ് ഉള്ള അത്യാവശ്യം തിക്നെസ് ഉള്ളതാണ്, ലൈനിങ്ങിന്റെ ആവശ്യമില്ല. നോർമലി ചില കോട്ടൺ ഇത്തിരി ഭയങ്കര സോഫ്റ്റ് ആയിട്ടാണ് വരുന്നത്, ഇത് കുറച്ചും കൂടെ അത്യാവശ്യം തിക്നെസ് ഉള്ളതാണ് കേട്ടോ. അപ്പൊ ഇതിന് അജ്രക്കിന്റെ ഒരു പ്രിന്റ് ആണ് വന്നിരിക്കുന്നത്, പ്യൂർ അജ്രക്ക് അല്ല കേട്ടോ, ഇത് കോട്ടണിലോട്ട് അജ്രക്കിന്റെ പ്രിന്റ് വന്നിരിക്കുന്നത്. നല്ല അടിപൊളിയാട്ടോ ഇതിന്റെ കളർ, ഞാൻ ക്ലോസ് ആയിട്ട് കാണിച്ചിട്ടും ഇതാണ് ഇതിന്റെ ഇതേപോലെ ഈ ഒരു മോട്ടീഫ് വന്നിരിക്കുന്നത് ഇതാണ്. അത് നമ്മൾ വി കോളറിലോട്ട് ഇതിന്റെ ഒരു ബോർഡർ കൊടുത്തിട്ടുണ്ട്, ഈ സെയിം കളർ ബോർഡർ വി കോളറിലോട്ട് കൊടുത്തിട്ടുണ്ട്. അതുപോലെ സ്ലീവിന്റെ എൻഡിലോട്ടും ഈ ഒരു ബോർഡർ കൊടുത്തിട്ട് തന്നെ വിത്തൗട്ട് ലൈനിങ് ആണ് ചെയ്തേക്കുന്നത്. ലെങ്ത് 47 ആണ്. ഞാൻ ഇതിന്റെ പ്രിന്റിന്റെ ക്ലോസ് ആയിട്ട് കാണിച്ചു തരാം. ഇതുപോലെ ഉണ്ടാവും, ഇതുപോലെയാണ് അതിന്റെ പ്രിന്റ് വരുന്നത് കേട്ടോ, ഈ വേറെ തേക്കുന്നതിന്. ഓക്കെ, അപ്പം അടുത്ത പാറ്റേൺ ഇതുപോലെ ഉണ്ട്. അടുത്ത പാറ്റേൺ ഇതേപോലെയാണ് അതിന്റെ പ്രിന്റ് വരുന്നത് കണ്ടോ. ഈ ഒരു പ്രിന്റ് വന്നിട്ട് അതിനകത്തോട്ട് നമ്മൾ കോളർ വി കോളർ കൊടുത്തിട്ടുണ്ട്. അതിന്റെ സ്ലീവിന്റെ എൻഡിലോട്ടും ഇതേപോലെ തന്നെ ബോർഡർ കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഇതും വി കോളറിലോട്ട് നമ്മൾ ചെയ്തേക്കുന്ന ഈ ഒരു പാറ്റേൺ. ഓക്കെ, അടുത്തത് ഇതുപോലെ റേയോൺ ഫാബ്രിക് ആണ് കേട്ടോ, നല്ല സോഫ്റ്റ് റേയോൺ ആണ്, നല്ലൊരു സ്റ്റാൻഡേർഡ് ഉള്ള ഒരു മെറ്റീരിയൽ ആട്ടോ. ഇതുപോലെ ഒരു ചെറിയ ചെക്സ് പോലെയൊക്കെ വന്നിട്ട് ഇതിന്റെ പ്രിന്റ് ഞാൻ ക്ലോസ് ആയിട്ട് കാണിച്ചു തരാം. ചെറിയ ഇതുപോലെയാണ് വരുന്നത് കണ്ടോ, നല്ലൊരു ഡിഫറെന്റ് പ്രിന്റ് ആണ്. എപ്പോഴും നമ്മളെ ഫ്ലോറൽ ഡിസൈൻസും അങ്ങനെയൊക്കെയല്ല കാണുന്നത്, ഇത് കുറച്ച് ഡിഫറെന്റ് ആയിട്ട് റയോൺ ഫാബ്രിക്കിൽ ഇതേപോലെ ഒരു ചെറിയൊരു ബോട്ടനൊക്കെ വെച്ചിട്ട് വി കട്ടിങ് ആണ് കൊടുത്തേക്കുന്നത്. വിത്തൗട്ട് ലൈനിങ് ആണ് ഇത് വരുന്നത്. അത് കഴിഞ്ഞിട്ട് അടുത്തത് നല്ല അടിപൊളിയായിട്ട് ബ്ലാക്കിലോട്ട് ഇതുപോലെ, ഇതും റയോൺ ആണ് ഫാബ്രിക് വരുന്നത്. ഇതുപോലെ സോഫ്റ്റ് ആയിട്ട് ഇപ്പൊ നമുക്ക് എപ്പോഴും ഒരു മൊഡാൽ സിൽക്കിന്റെ ഫീൽ തന്നെ ഉണ്ടാവും. ചെറിയൊരു ഇതുപോലെ ഫ്ലവേഴ്സിന്റെ ഡിസൈൻ ഒക്കെ വന്നിട്ട് ബ്ലാക്ക് ആണ്, ജെറ്റ് ബ്ലാക്ക് ആണ് കളർ വരുന്നത്. ബോട്ടനൊക്കെ വിത്ത് വി കട്ടിംഗ് ആണ് കൊടുത്തേക്കുന്നത്. ഇത് വിത്തൗട്ട് ലൈനിങ് ആണ്. ഇതൊക്കെ നമുക്ക് ലിമിറ്റഡ് പീസസേ ഉള്ളൂ കേട്ടോ. പിന്നെ നമ്മൾ ഇത് നമ്മൾ മുമ്പ് ഇതിന്റെ കുറച്ച് പ്രിന്റ് ഇറക്കിയായിരുന്നു, അടിപൊളിയായിട്ടോ നമ്മൾ റീസ്റ്റോക്ക് ചെയ്തേക്കുന്നതാണ്. ഇതേപോലെ ഇതിന്റെ പ്രിന്റ് വന്നിട്ട് ഇതേപോലെയാണ്, ഇതേപോലെ ഡിസൈൻ വരും, ബോട്ടനൊക്കെ വന്നിട്ട്. അപ്പം ഇതും 47 ലെങ്ത് ആണ്. അപ്പൊ ഓരോന്ന് ഞാൻ വേറെ ഇത് കാണിച്ചു തരാം. കൊടുത്തിട്ട് നമ്മൾ അടിപൊളിയായിട്ട് നമുക്ക് ഈ കോട്ടണിൽ കംഫർട്ടബിൾ ആയിട്ട് വെയർ ചെയ്യാം. അതുപോലെ അങ്ങനെ വാഷ് ചെയ്യുമ്പോൾ ചെങ്ങ ചുരുങ്ങി പോകണ ഫാബ്രിക് ഒന്നുമല്ല, നോർമൽ വാഷ് ഒക്കെ ചെയ്യുന്നതിന് ഒരു പ്രോബ്ലം ഇല്ല. ഇതുപോലെയാണ്, ഇതും നല്ല പ്രിന്റ് ആണ്. ഈ എപ്പോഴും ഈ പ്രിന്റിന്റെ നമുക്ക് ആ ഡിസൈൻസ് എടുത്ത് കാണിക്കുന്നില്ല, ഒരു റെഡ് ഡിസൈൻ ഇതിനകത്ത് ഉണ്ട് കേട്ടോ. വി കോളർ ആണ് ഇതും ചെയ്തേക്കുന്നത്. നേരത്തെ ഞാൻ വേറെ ഇതിന്റെ പ്രിന്റ് ഇതേപോലെയാണ് വരുന്നത് കണ്ടോ, ഇതേപോലെ കണ്ടോ. ആ റെഡിലോട്ട് ഡിസൈൻ ശരിക്കും ഒരു അജ്രക്കിന്റെ ലുക്ക് തന്നെയുണ്ട് കേട്ടോ. നല്ല കംഫർട്ടബിൾ റയോൺ, നമ്മൾ ശരിക്കും ഒരു മൊഡാൽസിലേക്ക് കുർത്തി വെയർ ചെയ്യണ പോലെ തന്നെ ഉണ്ട് കേട്ടോ. ഇതുപോലെ ഉണ്ടാവും ഇതിന്റെ പ്രിന്റ്. നമ്മൾ ഇത് എപ്പോഴും പോലെ തന്നെ സിമ്പിൾ ആയിട്ടൊരു നെക്ക്, ഒരു റൗണ്ട് നെക്ക് കൊടുത്തിട്ട് ചെറിയൊരു പീഡ് കട്ടിങ് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ഇതേപോലെ ഉണ്ടാവും കേട്ടോ. ഇതുപോലെ ഉണ്ടാവും, നല്ല അടിപൊളി ഫാബ്രിക് ആട്ടോ, നല്ല ഭയങ്കര കംഫർട്ടബിൾ ആണ് വെയർ ചെയ്യാനായിട്ട്. ഒരു ഡിഫറെന്റ് പ്രിന്റും ആണ് ഇതിന്റെ. ഇതുപോലെ നമ്മൾ എപ്പോഴും കാണുന്ന പോലെയല്ല, നമുക്കൊരു ക്ലോസ് വ്യൂ കാണുമ്പോഴാണ് ഇതിന്റെ നല്ല പ്രിന്റ് ശരിക്കും മനസ്സിലാവണം. കൂടുതലും വരുന്നത് റെഡ് ഒക്കെയാണ്, അതേസമയം ലോങ് വരുമ്പോൾ നമുക്ക് ആ വലിയ ഡിസൈൻസ് ആണ് എടുത്ത് കാണിക്കുന്നത്. അപ്പൊ ഇത്രയാണ് കാണിക്കുന്നത്. അപ്പൊ നിങ്ങൾക്ക് വേണമെങ്കിൽ താഴെ വാട്സ്ആപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി. ബുക്ക് ചെയ്തിട്ട് ഒരു 10 വർക്കിംഗ് ഡേയ്സ്, 10 to 15 മാക്സ് ചിലപ്പം എടുത്തു എന്ന് വരും. കാരണം നമുക്ക് ഇപ്പം സീസൺ ആവണേണ്ടൊക്കെ തിരക്കുവാണ്. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ അതും കൂടെ, ഞാനിപ്പോൾ വീഡിയോ അതുകൊണ്ടാണ് പറയണേ, ബുക്ക് ചെയ്തിട്ട് അല്ലെങ്കിൽ എല്ലാവരും അങ്ങനെ പറയരുത് കിട്ടി എന്താ പറയുക ആഴ്ചയിൽ നിന്ന്. എങ്ങനെ 10 to 15 വർക്കിംഗ് ഡേയ്സ്, അത്ര എടുത്തില്ലെങ്കിലും അതിന് മുമ്പ് മാക്സിമം ഡിസ്പാച്ച് ചെയ്യാൻ നോക്കാം. ഓക്കെ, താങ്ക് യു.